നെക്സ്റ്റ് സെക്ഷനാണ് ഇനീഷ്യൽ കണ്ടീഷൻസ്. ഇനീഷ്യൽ കണ്ടീഷൻസ് ആൻഡ് ബൗണ്ടറി കണ്ടീഷൻസ്. ഇനീഷ്യൽ കണ്ടീഷൻസ് ബൗണ്ടറി കണ്ടീഷൻസ് മെയിൻ ആയിട്ട് തരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. നമുക്കൊരു ഫംഗ്ഷന്റെ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനീഷ്യൽ കണ്ടീഷൻ പറഞ്ഞാൽ ഇനീഷ്യൽ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനീഷ്യൽ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ ഇനീഷ്യൽ വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ, അതായത് ഇനീഷ്യൽ വാല്യൂ പറയുന്നത് എക്സിന്റെ വാല്യൂസ് നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന വൈ വാല്യൂസ്, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ നമുക്കിവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഗിവൻ ദ ബൗണ്ടറി കണ്ടീഷൻസ്. ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. y is equal to 11 when x is equal to 3. The integral y is equal to integral 2 dx is evaluated. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് വെച്ചാൽ നമുക്ക് y is equal to integral 2 dx ആണ് തന്നിരിക്കുന്നത് ഇന്റഗ്രൽ. അപ്പൊ ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു നമ്മൾ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ ചെയ്യുന്ന 2നെ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു, ദെൻ ഇന്റഗ്രൽ dx ചെയ്യുന്നു. ആൻസർ എന്തിട്ടു? കോൺസ്റ്റന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്താ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് എന്ത് കിട്ടും നമുക്ക് എക്സ് പ്ലസ് സി. അപ്പൊ നമുക്ക് y is equal to എന്താ ആൻസർ കിട്ടി? 2x പ്ലസ് സി ആണ്. ഇത് നമ്മൾ തന്നിട്ടുണ്ട്. എക്സിന് 3 കൊടുക്കുമ്പോൾ വൈന്റെ വാല്യൂ എന്താ 11. അപ്പൊ നമുക്ക് എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 11 ഈക്വൽ ടു 2 into 3 പ്ലസ് സി. അപ്പൊ 11 ഈക്വൽ ടു എന്താ 6 പ്ലസ് 3 6 പ്ലസ് സി. സി is equal to 11 minus 6 which is equal to 5. അപ്പൊ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്താന്ന് കിട്ടി? 5 ആണ് കിട്ടി. Therefore നമുക്ക് തന്നിരിക്കുന്ന y വാല്യൂ എന്താണ്? 2x പ്ലസ് സിക്ക് നമ്മൾ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 2x പ്ലസ് 5. അപ്പൊ y is equal to 2x നമ്മൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇനീഷ്യൽസ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുക. ബൗണ്ടറി കണ്ടീഷൻസ് പറഞ്ഞാൽ എന്താ? ബൗണ്ടറി കണ്ടീഷൻസും അതുപോലെ ഇനീഷ്യലും ബൗണ്ടറി കണ്ടീഷനും സെയിം ആണ്. ബൗണ്ടറി മുമ്പ് ചിലപ്പോൾ 2 കേസസ് തരാം, അങ്ങനെയുള്ള കേസുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള വാല്യൂസ് തരുമ്പോ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസും ഇതൊക്കെ തരുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ കോൺസ്റ്റന്റ് വാല്യൂസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇനീഷ്യൽ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y is equal to ആൻസർ എന്താ? 2x plus 5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഇന്റഗ്രൽ ഫോർ y is equal to integral x raised to 1 by 2 plus 3x raised to minus 1 by 2 dx. ഇത് ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. y is equal to 0 when x is equal to 0. എക്സിന് 0 കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് y എന്താവണം? 0 കൊടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം y is equal to integral x raised to 1 by 2 plus 3x raised to minus 1 by 2 dx. നമ്മളുടെ ഫംഗ്ഷൻ റൂള് സം ആൻഡ് ഡിഫറൻസ് റൂൾ, സം റൂൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ എക്സ് റേസ് ടു 1 by 2 dx പ്ലസ് ഇന്റഗ്രൽ 3x raised to minus 1 by 2 dx which is equal to ഇന്റഗ്രൽ എക്സ് റേസ് ടു 1 by 2 dx. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? കോൺസ്റ്റന്റ്. ഇവിടെ എന്ത് എഴുതണം? ബൈ സം റൂൾ. അതുപോലെ കോൺസ്റ്റന്റ് ഔട്ട് സൈഡ് എടുത്തു. ദെൻ എക്സ് റേസ് ടു മൈനസ് 1 by 2 dx. ഇവിടെ എന്ത് ചെയ്താൽ? ബൈ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ അതെടുക്കാം. ഇനി എക്സ് റേസ് ടു നമ്മൾ പവർ റൂൾ, ബൈ പവർ റൂൾ എന്തായിരുന്നു? ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്താണ്? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് റേസ് ടു 1 by 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 by 2 പ്ലസ് 1 പ്ലസ് 3 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1 by 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 1 by 2 പ്ലസ് 1 പ്ലസ് ആര് വേണം? കോൺസ്റ്റന്റ് വേണം. ദെൻ ആൻസർ എന്ത് കിട്ടും? മൈനസ് എക്സ് റേസ് ടു 3 by 2 divided by 3 by 2 plus 3 into x raised to ഇവിടെ എന്ത് വരും? മൈനസ് 1. ഇതിന് ഇതെടുക്കുമ്പോൾ പ്ലസ് 2 divided by 2. ദാറ്റ് ഈസ് 1 by 2 1 by 2 പ്ലസ് സി. ആക്ച്വലി എന്ത് കിട്ടും? ഇതിന് പോകുമ്പോൾ 2 into x raised to 3 by 2 divided by 3 plus 2 into 6 വരും. x raised to 1 by 2 പ്ലസ് സി കിട്ടും. ഇനി നമ്മുടെ കണ്ടീഷൻസ് അപ്ലൈ ആണ്. നമ്മൾ പറഞ്ഞു എക്സിന് 0 കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് y എന്താന്ന് പറഞ്ഞു? 0 കൊടുക്കുക. ദർഫോർ നമ്മൾ കൊടുക്കുകയാണ് 0 ഈക്വൽ ടു 2 by 3 ഇൻറ്റു x 0 raised to 3 by 2 പ്ലസ് 6 x raised to 1 0 raised to 1 by 2 പ്ലസ് സി ആണ്. ഓക്കെ, സോ എന്ത് കിട്ടും? ഇതെല്ലാം 0 ആകുമ്പോൾ സി is equal to എന്ത് കിട്ടും? 0 കിട്ടും. അപ്പൊ ആൻസർ എന്ത് തന്നെയാണ്? y is equal to 2 by 3 x raised to 3 by 2 plus 6 x raised to 1 by 2. ഇതാണ് ആൻസർ കിട്ടുന്നത്.
ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. നോർമലി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെയുള്ള ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടുള്ള കോൺസ്റ്റന്റ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് സെക്ഷൻ ആണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇന്റഗ്രൽ 12 എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് പ്ലസ് 2 dx. അപ്പൊ ഇതാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ വെച്ച് എന്ത് ചെയ്തു, 12ന് കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്ത് നമുക്ക് എന്താ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് പ്ലസ് 2 dx. ഇപ്പൊ ഇത് നമുക്ക് പെട്ടെന്നൊന്നും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇന്റഗ്രേറ്റ് ബൈ പാർട്സ് പറ്റി വേറെ നമ്മൾ മെത്തേഡ് പഠിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോ രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ട് ആ ഫംഗ്ഷന്റെ പ്രോഡക്റ്റിനെ നമുക്ക് ഡെറിവേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇന്റഗ്രേഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അത് കുറച്ചും കൂടി നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ കുറച്ചും കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റഗ്രേഷൻ ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമുക്ക് വലിയ രണ്ട് ഫംഗ്ഷൻസ് ആണ്. എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് ക്യൂബ് പ്ലസ് 2 എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻസ്. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ഈക്വൽ ടു എന്ത് കൊടുക്കുക, എക്സ് ക്യൂബ് പ്ലസ് 2 എന്ന് പറഞ്ഞിട്ട് കാണാം. ഓക്കെ, ദെൻ ഡി യു എന്ന് പറഞ്ഞത് എന്ത് കിട്ടും, ഡി യു പറയുമ്പോൾ എന്താണ്, എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ 3 ഇൻറ്റു എക്സ് സ്ക്വയർ. ഇവിടെ എന്ത് ചെയ്യണം, എക്സ് ഡി എക്സ് കൊടുക്കണം. പ്ലസ് 2ന്റെ ഡെറിവേറ്റീവ് പറഞ്ഞത് എന്താ 0. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി, ഡി എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, അല്ലെങ്കിൽ ഡി യു ബൈ നമുക്കിവിടെ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞ രണ്ട് ടേമുകൾ നമ്മൾ ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കിവിടെ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞത് നമുക്ക് എങ്ങനെ എടുക്കാം, ഡി യു ബൈ 3 കൊടുക്കാം. അപ്പൊ ദർഫോർ നമ്മുടെ ഇന്റഗ്രേഷൻ എങ്ങനെയാ മാറി, 12 ഔട്ട്സൈഡ് ഉണ്ട്. എക്സ് ക്യൂബ് പ്ലസ് 2ന് നമ്മൾ എന്ത് പേര് കൊടുത്തു, യു കൊടുത്തു. അതവിടെ എത്തി. എക്സ് സ്ക്വയർ ഡി എക്സ് പറഞ്ഞ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഡി യു ബൈ 3 എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിപ്പോ നമുക്ക് നോർമലി എന്തായി മാറി, ചെറുതായിട്ട് മാറി. അഗൈൻ 1/3 ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എന്താ 12 ഡിവൈഡഡ് ബൈ 3 ഇന്റഗ്രൽ യു ഇൻറ്റു ഡി യു പറഞ്ഞിട്ട് കിട്ടി. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മുടെ ഇന്റഗ്രലിനെ ഒന്നും കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 12ന് നമ്മൾ ഔട്ട്സൈഡ് എടുത്തു. ദെൻ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് പ്ലസ് 2 ഇൻറ്റു ഡി എക്സ് പറഞ്ഞിട്ട് കിട്ടി. അപ്പൊ അതിൽ എക്സ് ക്യൂബ് പ്ലസ് 2ന് നമ്മൾ എന്ത് പേര് കൊടുക്കുക, യു എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുക. കറസ്പോണ്ടിങ് നമ്മൾ ഇവിടെ എന്തും കൂടി കാണണം, ഡിഫറൻഷ്യലും കാണട്ടെ. അല്ലാണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല. ഇപ്പൊ ഇവിടെ നിങ്ങൾ യുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡി എക്സ് ആണ് വന്നെങ്കിൽ നമുക്ക് അവിടെ ഇന്റഗ്രേഷൻ പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ യുവിന് എക്സ് ക്യൂബ് പ്ലസ് 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ദെൻ ഡി യു എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് കിട്ടി, 3x സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞ് കിട്ടി. ദെൻ എക്സ് സ്ക്വയർ ഡി എക്സ് പറഞ്ഞ എന്ത് കിട്ടും, ഡി യു ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 12 ഇൻറ്റു യു എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എക്സ് സ്ക്വയർ ഡി എക്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിന് പകരം എന്ത് കൊടുക്കുക, ഡി യു ബൈ 3 കൊടുത്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. ഇവിടെ കിട്ടുമ്പോൾ 4 കിട്ടും. ഇനി ഇവിടെ ഇന്റഗ്രേഷൻ എന്ത് കിട്ടും, 4 ഇൻറ്റു ഇതെന്താണ്, യു സ്ക്വയർ ബൈ 2 ആണ്. പ്ലസ് ആർ ഉണ്ട്, സി ഉണ്ട്. ഓക്കെ, സെൻ 2 ക്യാൻസൽ ചെയ്ത് 2 യു കിട്ടും. അപ്പൊ 2 യു ഓക്കെ 4 ഇവിടെ 4 കിട്ടി. അപ്പൊ യു സ്ക്വയർ ബൈ 2 കിട്ടും. 2 4 ക്യാൻസൽ ചെയ്ത് 2 കിട്ടി. 2 യു സ്ക്വയർ പ്ലസ് സി കിട്ടി. ഇനി നമ്മൾ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, യുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സ് ക്യൂബ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് സി. ഇതാണ് ഇവിടെയുള്ള എന്റെ ആൻസർ. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷൻസ് നോക്കുക. എന്നിട്ട് ഏതിനാണോ നമ്മൾ ഡെറിവേറ്റീവ് കൊടുക്കുന്നത് നോക്കി. ഇപ്പൊ ഇവിടെ നിങ്ങൾ എക്സ് സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഫാക്ടർ അല്ല കിട്ടുക. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഏതാണോ, ഇപ്പൊ എക്സ് ക്യൂബ് പ്ലസ് 2ന് ഡെറിവേറ്റീവ് ചെയ്യുമ്പോഴാണ് അതർ ടേംസുകൾ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ അവിടെ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. എന്നിട്ട് റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് ഇനി ചെയ്തതിൽ വല്ല തെറ്റോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്നതിന് ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓർ 2 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 2 സ്ക്വയർ പ്ലസ് സി. ഇതിനൊന്നും കൂടി ഡെറിവേറ്റ് ചെയ്യുക. അപ്പൊ 2 എടുക്കുക. നമ്മൾ ഡി ബൈ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചെയ്ത ആൻസർ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൻസറിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഡി ബൈ ഡി എക്സ് 2 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് സി കിട്ടി. ഡെറിവേറ്റീവ് 2ന് ഔട്ട്സൈഡ് എടുത്തു. ഡെറിവേറ്റീവ് ആർക്ക് കൊടുക്കുക, എക്സ് ക്യൂബ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് സിന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്, 0 ആണ്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഇത് എന്ത് കിട്ടും, 2 ഇൻറ്റു നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്താണ്, 2 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 2 ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ 3x സ്ക്വയർ. ദാറ്റ് ഈസ് എന്താണ് 4 ഇൻറ്റു 3
4 into 3 x square x cube plus 2. ഓൾറെഡി നമ്മൾ ഫംഗ്ഷൻ റൂൾ ചെയ്യുന്നതാണ് കേട്ടോ. എക്സ് ക്യൂബ് പ്ലസ് 2 ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വരെ എന്താ, ആദ്യം നമ്മൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യാം. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ, 2 into x എന്താണ് എക്സ് സ്ക്വയറിന് 2x അല്ലേ. അപ്പൊ നമ്മൾ അതേപോലെ തന്നെ 2 into എക്സ് ക്യൂബ് പ്ലസ് 2 ഇൻറ്റു ആരുടെ ഡെറിവേറ്റീവ് കൊടുക്കണം, എക്സ് ക്യൂബ് പ്ലസിന്റെ ഡെറിവേറ്റീവ് നമ്മൾ അവിടെ കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും 12 എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് പ്ലസ് 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ സൊല്യൂഷൻ കിട്ടിക്കാണ്ട് അത് തന്നെയാണ് ശരി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷന് ഒന്ന് ഡെറിവേറ്റീവ് കാണാം. അപ്പൊ ഡെറിവേറ്റീവ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തന്നെയാണ് എത്തണമെങ്കിൽ അത് ആൻസർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്റഗ്രേറ്റ് 5x plus 7 whole raised to 8 dx. അപ്പൊ ഇത്രയും വലിയ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഇതൊക്കെ തന്നെ എഴുതുക കേട്ടോ. ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എഴുതുക. യൂസ് ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുക്കുക, 5x plus 7 കാണാം. എപ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡി യു കാണാം. ഡി യു കാണുമ്പോൾ എന്ത് കിട്ടും, 5 dx അല്ലെ. 5 into എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ അവിടെ dx. കാരണം വിത്ത് റെസ്പെക്ട് ടു പറയാത്തതുകൊണ്ടാണ് നമ്മളവിടെ dx തന്നെ എഴുതുന്നത് കേട്ടോ. പ്ലസ് 7ന്റെ ഡെറിവേറ്റീവ് എന്താ 0. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്, dx ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, du ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദർഫോർ നമ്മുടെ ഫംഗ്ഷൻ എന്തായി മാറി, യുവിന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ u raised to 8, dxന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, du ഡിവൈഡഡ് ബൈ 5 കൊടുക്കുക. സോ 1 by ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഇത് കിട്ടും. നോക്കിയാണല്ലോ. ഇനി u raised to 8ന്റെ ഇന്റഗ്രേഷൻ എന്താണെന്ന് നമുക്കറിയാം, u raised to 8 plus 1 ഡിവൈഡഡ് ബൈ 8 plus 1 plus c. That is എന്താ 1 divided by 5 u raised to 9 divided by 9 plus c. That is എന്താ u raised to 9 5 എന്നത് 54 അല്ലേ പ്ലസ് c. ഇനി ഇവിടെ നിന്നിട്ട് ആൻസർ ചെയ്യരുത്, യുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 5x plus 7 whole raised to 9 divided by 54 plus c. ഇങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാൻ. Sorry, 9545 ആണല്ലേ, 6 അല്ലല്ലോ 45 ആണ്. I'm so sorry. So answer എന്തെത്തി, 5x plus 7 whole raised to 9 divided by 45 plus c. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഇങ്ങനെയാണ് നമ്മളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യേണ്ടത്.